ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്ന് നോമ്പറക്കാറാകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ എടുക്കുക. അതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ്, വലുതുണ്ടെങ്കിൽ ഒരെണ്ണം വലുതെടുക്കുക. ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളിൻ്റെ പകുതി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതിടുക, അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതിടുക. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഞാനിവിടെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ കറി വെക്കുന്നത്. അതിലേക്ക് ലേശം തേങ്ങയും 2 ചെറിയ ഉള്ളിയും, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ വെള്ളക്കസേസ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2-3 അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും വറുത്ത് അരച്ചൊഴിക്കുക. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും ഇല്ലെങ്കിൽ അതും ഒഴിവാക്കാം. വെറും തേങ്ങ വറുത്തരച്ചാലും ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് അതും കൂടി ഒഴിച്ചതിന് ശേഷം, അത് വെന്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇടുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഉള്ളി വഴറ്റാനോ പിടിക്കാനോ ഒന്നും നിൽക്കണ്ട. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ലേശം മല്ലിച്ചപ്പും പുതിന ഇടുക. അതിന് ശേഷം ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഓയിലോ ഒരൊറ്റ സ്പൂൺ മതി. അതിൽ കൂടുതൽ എണ്ണ ഈ ചിക്കൻ കറിക്ക് എണ്ണയേ വേണ്ട. അതും കൂടി താളിച്ച് അതിലൊഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങ വറുത്തരക്കാതെയാണ് ഇതുപോലെ വെക്കുകയെന്നുണ്ടെങ്കിലും അങ്ങനെ വെറും മസാലക്കറി ആക്കിയിട്ടും അങ്ങനെ വെക്കാം. ഇതുപോലെ ഉള്ളിൽ താളിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ എണ്ണയ്ക്ക് യാതൊരു ചിലവുമില്ല. ആകെ 1 സ്പൂൺ എണ്ണ വേണ്ട. അത് ആ ഉള്ളി താളിക്കാനുള്ള എണ്ണ മാത്രം മതി. പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടും. എന്നാൽ നല്ല അടിപൊളി ചിക്കൻ കറി ആവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഇതിപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഇന്ന് വൈകുന്നേരം നോമ്പറക്കുമ്പോഴത്തേനുള്ള എന്ത് കടി നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിവിടെ കണ്ണ് വെച്ച പത്തിരി ഉണ്ടാക്കുന്നത്. കണ്ണ് വെച്ച പത്തിരിക്കാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇതിന് മുൻപ് ഇതുപോലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വെറും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറി കഴിക്കാത്തവരാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചിക്കൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ പച്ചക്കറിയിൽ ക്യാരറ്റിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അതും ഒരു ടേസ്റ്റാണ്. പിന്നെ കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.